കല്യാണം കഴിച്ച് കൊടുത്തുള്ള വീട്ടിനെ വിട്ടു വരുമ്പോൾ താൻ എന്ത് ചെയ്യുന്നുള്ള ഒരു പേടി സ്വന്തം കാസ്റ്റ് തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ട് അതിന് ശേഷം ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടൊന്നും കാര്യമാണോ സെയിം കാസ്റ്റ് ആണോ വെൽ സെറ്റിൽഡ് ആണോ പരമ്പരയായിട്ട് അതായത് എപ്പിസോഡായിട്ട് സെയിം കാര്യം സെയിം ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഗാർഹിക പീഡനം കാരണം ഒരു വ്യക്തി മരിക്കുക എന്നുള്ളത്. മെയിനായിട്ട് ഇതിൽ രണ്ട് പ്രോബ്ലമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ കല്യാണം കഴിച്ച് കൊടുക്കില്ലേ ആ വ്യക്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ സ്വഭാവമോ കാരണം മരിക്കുക. അവരൊരു സൈക്കോ ആയിരിക്കാം. അതേപോലെ മെയിൻ ആയിട്ടുള്ള തെറ്റ് ആരുടെ അടുത്തെന്ന് വെച്ചാൽ ഈ മരിച്ച ആളുടെ പാരന്റ്സിന് മുകളിലാണ്. അതിന് രണ്ടായിട്ട് തരംതിരിക്കണം. ഒന്ന് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് കൊടുത്തു, അതായത് അവര് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ സെയിം മതമാണോ സെയിം കാസ്റ്റ് ആണോ വെൽ സെറ്റിൽഡ് ആണോ നോക്കിയിട്ട് കല്യാണം കഴിച്ച് കൊടുക്കണം. ഇതിൽ തെറ്റുണ്ടായത് തെറ്റില്ല, ഏതൊരു പാരന്റ് ആണെങ്കിലും അങ്ങനെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇത്രയും ഉപദ്രവിക്കുന്നുണ്ട്, ആൾ ഇത്രയും ടോക്സിക് ആണ്, ഇത്രയും സൈക്കോ ആണെന്ന് വിളിച്ച് പറയുമ്പോൾ സപ്പോർട്ടായി നിൽക്കേണ്ട ആൾക്കാർ തന്നെ നീ സഹിച്ചിട്ടിരുന്നോ കുറച്ചാവുമ്പോൾ മാറുമെന്ന് പറയുമ്പോൾ അവർക്ക് കല്യാണം കഴിച്ച് കൊടുത്തുള്ള വീട്ടിനെ വിട്ടു വരുമ്പോൾ താൻ എന്ത് ചെയ്യുന്നുള്ള ഒരു പേടി വരികയാണ്. അങ്ങനെയാണ് ഇവർ മരിക്കാന്നുള്ളൊരു ഡിസിഷൻ തന്നെ എടുക്കുന്നത്. സ്വന്തം വീട്ടുകാർ തന്നെ നീ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നോ ശരിയാകും, നീ ഇപ്പൊ പിണങ്ങി വീട്ടിൽ വന്ന അല്ലെങ്കിൽ ഡൈവോഴ്സ് ഒക്കെ ആക്കിയ നാട്ടുകാരെന്ത് പറയും. അപ്പോഴും ഈ പ്രസ്റ്റീജ് നോക്കണു, ലാസ്റ്റ് ആ കുട്ടി മരിക്കുന്നതിനും ഈ പ്രസ്റ്റീജ് തന്നെയാണ് കാരണക്കാരനായി വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ വിഷം മതവും ജാതിയും തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ പൊതുവെ എന്താ നടക്കാറ്, ഫസ്റ്റത്തെ മരണം തൊട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ മരണം നടക്കും. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്രിമിനൽ ചെയ്ത കാര്യങ്ങളുടെ ഫൂട്ടേജ് എടുത്തിട്ട് ആളെ തെറി പറയും. അതേപോലെ ഈ മരിച്ചില്ലേ ആ വിക്ടിം അവരുടെ മാതാപിതാക്കൾക്ക് അയച്ച ഓഡിയോ കേട്ടിട്ട് അവനെ തെറി പറയും. അത് ആലോചിച്ച് കുറച്ച് സങ്കടപ്പെട്ടിട്ട് കുറച്ച് പോസ്റ്റ് ഇടുകയും ചെയ്യും. പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും പല പ്രൊട്ടസ്റ്റ് നടത്തും. അത് കഴിയുമ്പോഴേക്കും അടുത്ത കൊലപാതകം അല്ലെങ്കിൽ അടുത്ത മരണം നടന്നു കഴിഞ്ഞു. ഇങ്ങനെ നടക്കുന്ന സെയിം ഇതൊരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായ മതത്തിനെ കുറിച്ചും ജാതിനെ കുറിച്ചും വലുതായിട്ട് ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇത് പൊളിറ്റിക്കലാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ മതത്തിനെയും ജാതിനെയും സിമ്പിൾ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് വന്നത്, ഇതിന്റെ യൂസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് നിർമ്മിച്ചു എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. മതം പറഞ്ഞ എന്റെ കാഴ്ചപ്പാടിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ കല്ലും മരവും ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാർ ചേർന്നിട്ട് ഒരു മനുഷ്യൻ മൃഗങ്ങളെ പോലെയല്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ പല രീതികളുണ്ട്, പല ലൈഫ് സ്റ്റൈൽ ഉണ്ട് എന്നുള്ള കാര്യം പറയുകയും ഇത് റിയൽ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയിട്ട് പല ക്യാരക്ടറുകൾ ഉണ്ടാക്കിയിട്ട് പല പല ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ഇതിലുള്ള ക്യാരക്ടറുകൾ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയും അവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ഇയാളെ ഹീറോ ഇയാളെ വില്ലൻ എന്നുള്ള വേർതിരിവ് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. ഈ ഹീറോനോടുള്ള അന്ധമായിട്ടുള്ള ആരാധന കാരണമാണ് പല അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ട് കാലത്ത് ചിന്തനാശേഷിയില്ലാത്ത മനുഷ്യന്മാർ ഒരു കാര്യത്തിന് കീപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ക്യാരക്ടറുകളും കൊടുത്താൽ മാത്രമേ അവര് അതിനെ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മുതിർന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ ദൈവം വന്ന് കണ്ണി കുത്തുന്നുള്ള ഒരു പേടി ഉള്ളത് കൊണ്ടാണ് വയസ്സായ ആൾക്കാരും വായ് മേലെ കുത്തറത്തുക്ക് മാറിയാത്ത മൈക്ക് ടൈസനാ. അതുപോലെ സ്വർഗവും നരകവും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ മനുഷ്യരാശി ഇതുവരെ നിലനിന്നിട്ടുണ്ടാവുമോ എന്നുള്ളതിൽ തന്നെ ചോദിക്കുന്നു. അപ്പോ ഈ ഗ്രന്ഥങ്ങളുടെ പേരിലുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരാൻ ശ്രമിച്ചിട്ടുള്ളത്. കുറച്ചു പേർക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അടുത്തത് ജാതിനെ കുറിച്ചാണ്. ഈ ജാതി എങ്ങനെ വന്നെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഒരു കൂട്ടായ്മനെ പറയുന്ന പേരാണ് ജാതി എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഒരു പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മിൻ ഇരിക്കട്ടെ ഒരു സൈഡിലും, ഒരു സൈഡ് നമ്മളിപ്പോ SC ആണ് കണക്കാക്കപ്പെട്ട് കാണുന്ന ഒരാള് ചെറുപ്പം മുതലേ ഒരു ബ്രാഹ്മിനെ അനുസരിച്ചിട്ടുള്ള നിഷ്ഠകൾ പാലിക്കുകയും ആ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഒരു ബ്രാഹ്മണനായിട്ട് കണക്ക് കൂട്ടാന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് പേർക്കെങ്കിലും പറയാനുണ്ടാവും ഇതൊന്നും ഇപ്പൊ ആരാ നോക്കുന്നത്, കാസ്റ്റ് ഒന്നും ഇപ്പൊ നോക്കില്ല എന്ന് കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ക്ഷേത്രവും കാസ്റ്റ് വൈസ് ആയിട്ട് വേർതിരിവുള്ള മാട്രിമോണി സൈറ്റും പോപ്പുലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചു വരുന്നത്. Sabaramatrimony.com സുറിയാനിയുണ്ട്, ലാറ്റിനുണ്ട്, മലങ്കരയുണ്ട്, പിന്നെ നമ്മുടെ യാക്കോബായും ഉണ്ട്. പള്ളിയും പ്രാർത്ഥനയും നല്ല തറവാടുത്തമുള്ള ക്രിസ്ത്യൻ ചെറുക്കന്മാരെ കിട്ടാൻ Sabaramatrimony.com നോക്കിയാൽ മതി. അവിടെ ഞാൻ മുസ്ലിം മാട്രിമോണിയിലാണ് കണ്ടുമുട്ടിയത്. മുസ്ലിം മാട്രിമോണി ഫ്രം നായർ മാട്രിമോണിയിലാണ് ഞാൻ നിത്യയെ കണ്ടെത്തിയത്. ഈഴവ വിവാഹങ്ങൾക്ക് ഈഴവ marriage.com. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാസ്റ്റിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
നമുക്കറിയാലോ, നമ്മൾ ചെറുപ്പം തൊട്ട് വളർത്തിയ നമ്മുടെ സ്വന്തം മകളല്ലേ. അപ്പോൾ അവൾക്ക് എങ്ങനെ ഉള്ള ക്യാരക്ടറാണ്, അപ്പോൾ അതിന് പറ്റിയ ക്യാരക്ടറാണോ ആ ചെക്കൻ്റെ എന്നുള്ള കാര്യം നോക്കുക. രണ്ടാമത്തെ കാര്യം, സ്വന്തം മതത്തില് സ്വന്തം കാസ്റ്റ് തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ശരി, കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് ഇത്രയും ക്രൂരമായിട്ടുള്ള ചെറിയ കാര്യം നടക്കുമ്പോൾ പോലും അതെന്താണെന്ന് അന്വേഷിക്കുക. കാരണം ഇത് അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനമ്മയ്ക്കാണ്. സോ ചെറിയ പ്രശ്നം നടന്നാൽ പോലും എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കുക. ഇല്ലെങ്കിൽ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടെ ചേർന്ന് നിർത്തുന്നത് അവരവരുടെ കടമയാണ്. ഇതില് പ്രസ് ചെയ്ത് നോക്കുക, നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കാരെന്ത് പറയും, ഡൈവേഴ്സ് ആയല്ലോ, അങ്ങനെയുള്ളൊരു പേടി ഇല്ലാണ്ട് ജീവിക്കുക. കാരണം നമ്മൾ മരിച്ചതിന് ശേഷം ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്താൽ ഇനി പോണ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും.